എല്ലാം കഴിഞ്ഞിട്ട് പെട്ടിയും കിടക്കായിട്ട് ഇറങ്ങി പോകുന്നേക്കാൾ നല്ലത് ഇപ്പോ മാന്യമാറ്റി ഇവിടുന്ന് ഇറങ്ങി പോകുന്നല്ലേ നല്ലത്. അതെന്താ ഭദ്രേട്ടാ അങ്ങനെ പറഞ്ഞത്? പിന്നെ എങ്ങനെ പറയണം? ഈ നിൽക്കുന്ന ഞങ്ങളുടെ മോൾ അനസൂയയ്ക്ക് പറഞ്ഞു മോഹിപ്പിച്ചിരുന്ന മരുമോൾ സ്ഥാനം ഐശ്വര്യലക്ഷ്മി തട്ടിയെടുത്തു. അവളെ ഇത്രയും കാലം രമേശി മരുമകളായി അംഗീകരിക്കാതെ മാറ്റി നിർത്തി. എന്റെ മോളുടെ മനസ്സിൽ വീണ്ടും ആഗ്രഹം കുത്തിവെച്ചു. എന്നിട്ടിപ്പോ എന്തായി? ആ ഐശ്വര്യ മരുമോളായിട്ട് സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്താൻ പോവല്ലേ? അത് പ്ലാൻ ചെയ്യുമ്പോ തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ 3 പേരോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നതല്ലേ? അനസൂയയ്ക്ക് എന്റെ മനസ്സിലും ജീവിതത്തിലുമുള്ള സ്ഥാനം ഞാൻ നിങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. എന്നിട്ടും ഇതുവരെ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറിയില്ലേ? എനിക്ക് രമേശിയെ വ്യക്തമായിട്ട് അറിയാം. പലപ്പോഴും നിങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും ഒത്തുപോകാറില്ല. നിങ്ങളെന്നും സ്വന്തം നേട്ടങ്ങൾ മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതിനുവേണ്ടി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. അക്കാര്യത്തില് നിങ്ങളും ഒട്ടും മോശമല്ലല്ലോ. നിങ്ങളും സ്വന്തം കാര്യം മാത്രമല്ലേ നോക്കിയിട്ടുള്ളത്? ഇവിടെ ഇങ്ങനെ കഴിയുന്നതും എന്റെ നേട്ടം മാത്രം നോക്കിയിട്ടല്ലല്ലോ. സ്വന്തം നേട്ടങ്ങളും നിങ്ങളുടെ ലക്ഷ്യമല്ലേ? ഞാനിപ്പോ ഐശ്വര്യയെ മരുമകളായി അംഗീകരിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വന്നു. എന്തുദ്ദേശത്തിലാ ഞാൻ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തുന്നതെന്ന് ഭദ്രേട്ടന് നന്നായിട്ടറിയാം. രാജകൊട്ടാരത്തിലെ അമൂല്യമായ മണിമാല അതെനിക്ക് വേണം. അതിനുവേണ്ടിയാ ഞാൻ ഐശ്വര്യലക്ഷ്മിയെ ഫംഗ്ഷന്റെ പേരും പറഞ്ഞ് സമാധാനപ്പെടുത്തി നിർത്തിയിരിക്കുന്നത്. ഇനിയും സംശയം മാറിയില്ല അല്ലെ? അപ്പോ എന്നെ വിശ്വാസമില്ല എന്നർത്ഥം. ഇവിടെ വിശ്വാസത്തിന്റെയും സംശയത്തിന്റെയും കാര്യമൊന്നുമല്ല കുഞ്ഞോളെ. മണിമാല മരുമകളായ ഐശ്വര്യയുടെ കയ്യിലുണ്ടെന്ന് അവള് തന്നെ പറയുന്നു. അത് നിനക്ക് നൽകാമെന്ന് അവൾ സമ്മതിക്കുകയും ചെയ്തു. അപ്പൊ അവളുടെ കാര്യം സേഫ് ആയില്ലേ? ഭദ്രേട്ടാ, അവളുടെ കയ്യിൽ കൊട്ടാരത്തിലെ മണിമാലയുണ്ടെന്ന് വിശ്വസിക്കാൻ അത്ര മണ്ടിയല്ല ഞാൻ. പറഞ്ഞ ദിവസം തന്നെ മണിമാല തരാൻ പറ്റിയില്ലെങ്കിൽ അവൾക്ക് അർജുനുമായുള്ള വിവാഹമോചന കരാറിൽ ഒപ്പിട്ട് ഈ രമാനിലയത്തിൽ നിന്നും പടിയിറങ്ങേണ്ടി വരും. അതാ വ്യവസ്ഥ.